തുടക്കത്തിലേ പറഞ്ഞേക്കാലോ, കയ്യിന്ന് പോയിട്ടുണ്ട്. ഫുള്ളായിട്ടും കയ്യിന്ന് പോയിട്ടുണ്ട്. 'ബിഗ് ബോസ്' അഗ്നിപരീക്ഷ. നമ്മള് 'ബിഗ് ബോസ് 1-8' കണ്ടിട്ടുള്ള ഒരു ആങ്കർ ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആ ലാലേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറ. അതൊരു ഒരു ഒന്നൊന്നര ഓറയാണ്. സീസൺ എത്ര മോശമാണേലും, എത്ര ഹൈ ആണേലും, പുള്ളി വരുമ്പോൾ ഉള്ളൊരു ഓറ, പുള്ളിയെ കാണാനുള്ള ആളുകൾ, അതൊക്കെ ഒരു വേറെ ലെവലാണ്. അവിടെ റെനീഷ. എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് കേട്ടോ. എത്രയോ പേരെ ആങ്കേഴ്സ് ആയിട്ട് അവർക്ക് കൊണ്ടുവരാന്ന്. ഈവൻ രഞ്ജിനി ഹരിദാസ്, ഷീ നോസ് ഹൗ ടു ടാക്കിൾ ദ സിറ്റുവേഷൻ ആൻഡ് ഓൾ ദ തിങ്സ്. ഇരിക്കുകയാണേലും പേളി മാണി ഹാവ് ദ ഓപ്ഷൻ. നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന അഖിൽമാരാരെ ജഡ്ജായിട്ട് കൊണ്ടുവരാമെങ്കിൽ ദേ ക്യാൻ കം വിത്ത് പേളി മാണി ഓൾസോ. അങ്ങനെ എത്ര എത്ര ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. നല്ല ആ ഒന്നാന്തര ആങ്കേഴ്സ് ഉള്ള നാടാണ് കേരളം. റനീഷ ഭയങ്കര പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ പെറ്റായിരിക്കും, പക്ഷേ ആളുകൾക്ക് വർക്കൗട്ട് ആവില്ല. അതൊന്ന്. രണ്ട്, എന്താ പറയണേ, SSLCയുടെ പരീക്ഷ എഴുതാൻ പോയ പോലെ കുറേ ഒരു ആദ്യത്തെ 20 കോമണേഴ്സ് എന്ന് പറഞ്ഞ് കുറേ ഇൻട്രോവേർട്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണോ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്? ഐ ഡോണ്ട് നോ എന്ത് ഇവാലുവേഷനിലാണ് ഇവരെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് മാറ്റി ബിഗ് ബോസ് പരീക്ഷ എന്ന് ഇടേണ്ട ആവശ്യമുണ്ട് ഇതിൻ്റെ ഹെഡിങ്. പിന്നെ ജഡ്ജസ് റിയാസ് ഈസ് ഓക്കെ, രഞ്ജനി ഈസ് ഓക്കെ. അഖിൽ മാരാർ ഒരു എനിക്കൊരു ഇൻഫ്ലുവൻസും തോന്നിയില്ല. ദേ ക്യാൻ ഓപ്റ്റ് ഫോർ സാബു ഒരു നല്ല ജഡ്ജായിരുന്നേനെ. അങ്ങനെ എത്ര 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 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവർക്ക്. തുടക്കത്തിൽ പറയാമല്ലോ, ആദ്യമേ അടിപതറി, മുന്നോട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കാണാം, നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ശരി, അടുത്ത ദിവസം കാണാം കേട്ടോ.